കേസ് കൊടുക്കുമെന്ന് പറയുന്നില്ലല്ലോ, നിയമ നടപടി സ്വീകരിക്കും. നിയമ നടപടി എന്തോ കേസല്ലല്ലോ, ചെയ്യുന്നില്ലല്ലോ, ചെയ്യത്തില്ല. ചെയ്താലും ഇവരറിയും, പ്രത്യക്ഷത്തിൽ വരും. അപ്പൊ അവര് ആരോപിക്കുന്നത് എന്താണ്, സിനിമ പുറത്തിറങ്ങാൻ സംഭവിക്കും. റഘുറാം എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് മുരളീധരനെ വെച്ച് അഭിനയിപ്പിച്ചത് കൊണ്ട് ആ സിനിമ റിലീസ് ചെയ്യാൻ ആദിത്യൻ എന്ന സ്ഥിര നടൻ സമ്മതിക്കില്ല, കോടതിയിൽ കേസിൽ പോകും എന്നാണ് പറയുന്നത്. എന്ത് പ്രശ്നം വന്നാലും പോകും. ഡയറക്ടർ സൈനു ചാവക്കാടിനെതിരെ കേസ് കോടതിയിൽ കൊടുക്കും എന്നാണ് പറയുന്നത്. നാട്ടിൽ അങ്ങനെയുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? നാട്ടിലെങ്ങനെ സപ്പോർട്ട്? എൻ്റെ നാട്ടിലും കേരളം മൊത്തം, ഇന്ത്യയിലെ ലോക മലയാളീസ് മുഴുവൻ ഭയങ്കര സപ്പോർട്ടാണ്. അമേരിക്കയിൽ നിന്ന്, കാനഡയിൽ നിന്നും, ഗൾഫിൽ നിന്നും വിളിക്കണം. എൻ്റെ വീട്ടിൽ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തുക. വീട്ടിൽ ആരൊക്കെ ഉണ്ടാകും? ഞാൻ, വൈഫ്, 2 മക്കളും. ഡിഗ്രി കഴിഞ്ഞ അഭിരാമി, പിന്നെ മോൻ്റെ പേര്, അപ്പൻ്റെ പേരാണ്, അച്ഛൻ്റെ പേരാണ് കിട്ടൻ. സുഖമായിട്ട് ജീവിക്കുന്ന കുഴപ്പമില്ല. നിങ്ങൾ 4 പേര് ഉള്ളൊരു ഫാമിലി. പിന്നെ വേറെ പ്രോജക്റ്റ്, ഇത് കഴിഞ്ഞിട്ടുള്ള വേറെ പ്രോജക്റ്റുകൾ വല്ലതും വന്നിട്ടില്ല. ഓരോ സിനിമയൊക്കെ റിലീസായി. പിന്നെ അതിനകത്ത് നമ്മുടെ വേഷം ഇഷ്ടപ്പെടുമ്പോഴായിരിക്കില്ല മറ്റ് സിനിമക്കാരെ നമ്മളെ ക്ഷണിക്കുന്നു. ഇതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അതെ. അതിനുശേഷം നമുക്കറിയാം. നമ്മൾ ഈ സിനിമയ്ക്കകത്ത് ബാലങ്കനായ ഒരു ഡയലോഗ്, ഇന്നറിയാം അകത്താണോ പുറത്താണോ. അതുപോലെ രഘുരാം ചരിത്രം ഇറങ്ങുമ്പോ അറിയാം ഉള്ളിൽ ചെയ്യുന്ന അകത്താണോ പുറത്താണോ. ബാലങ്കനായ സാറിന്റെ ഭയങ്കര ഡയലോഗ്. ഓക്കെ, താങ്ക് യു.